ഹലോ, ഇന്നൊരു ഉണക്കമീൻ കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായി ആദ്യം ഞാൻ കുറച്ച് 2-3 ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനായി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ. ആ ഉലുവ ഒന്ന് പൊട്ടി വരാൻ നേരമാകുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും സവാള ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു മുറി സവാള എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് വഴന്ന് കിട്ടുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് തക്കാളി ഇട്ട് നല്ലോണം വഴറ്റി ഒന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇതേപോലെ തക്കാളി നന്നായി വഴന്ന് കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് അതിന് ആവശ്യമായ പൊടികളാണ്. അതിനായി ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇടുന്നത്, ലേശം ഇടുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അതിൽ കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടിയാണ്. അത് 2 സ്പൂണും മുളകും പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അടി പിടിക്കാണ്ട് നോക്കണം. ഇളക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് കുറച്ച് നേരത്തിന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഇതിന് മാന്തൽ എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഇത് എല്ലായിടത്തും ഒരു പേരായിരിക്കില്ല. അങ്ങനെ കറി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. കറി ഒന്ന് വറ്റി സെറ്റായി വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ചട്ടിയിൽ കിടന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും. കറി നന്നായിട്ടൊന്ന് കുറുകി വരും. ഇപ്പോൾ കറി ഒന്ന് കുറുകി വന്ന് അവസാനമായിട്ട് ഇതിലേക്ക് കറിവേപ്പില ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കല്ലേ.